എൻ്റെ പൊന്നു മക്കളെ, നോൺ വെജുകാർക്ക് മാത്രം ബീഫ് ബിരിയാണി കഴിച്ചാൽ മതിയോ? വെജിറ്റേറിയൻസ് ഒക്കെ ഇപ്പം എന്ത് ചെയ്യും? നമുക്കൊരു മസാല കപ്പ ബിരിയാണി ഉണ്ടാക്കിയാലോ? വെജിറ്റേറിയൻസ് ഒന്നും ഇനി വിഷമിക്കണ്ട കേട്ടോ. മഴക്കാലത്തൊക്കെ കഴിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ സമയത്തൊക്കെ ഒരു പാൻ വെക്കുക, അതിലേക്ക് കടുകും മുളകും പൊട്ടിക്കുക, ഇത്തിരി വെളുത്തുള്ളി ചതച്ചത് അല്ലെങ്കിൽ ഇങ്ങനെ അരിഞ്ഞിട്ടതായാലും മതി. ചീനമുളക് ഇല്ലേ, കാന്താരി മുളക്, ആ മുളക് വേണം കേട്ടോ എടുക്കാൻ. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് സവാള വലുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ ചേർക്കുന്നത്. ഇതും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി, ചിക്കൻ മസാലയോ അല്ലെങ്കിൽ വെജിറ്റബിൾ മസാല പൗഡറോ ഏത് വേണേലും ചേർക്കുക. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതിൻ്റെ ഇടയിൽ തന്നെ തക്കാളിയും കൂടെ ചേർക്കണം കേട്ടോ. ഒരു തക്കാളി മതി. ഇനി നമ്മൾ കപ്പ വേവിച്ച് വെച്ച കുറച്ച് വെള്ളം ബാക്കി ഉണ്ടായിരുന്നു, ആ വെള്ളം കൂടെ ചേർത്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ വെള്ളം കൂടെ ഒഴിക്കുക. ഇനി നമ്മൾ വേവിച്ച് വെച്ച കപ്പയും കൂടെ ഇതിലേക്ക് ഇടുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തൊരു സ്വാദം അറിയോ കഴിക്കാൻ വേണ്ടിയിട്ട്. വൈകുന്നേരം ഈ ഒരു മസാല കപ്പയും കൂടെ ഒരു കട്ടൻ ചായയും കൂടെ കുടിച്ചാൽ അടിപൊളിയാണ് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് കുക്കാവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. സംഭവം റെഡി കേട്ടോ. ഇത്രയുള്ളൂ ഇതിൻ്റെ പണി. നല്ല ടേസ്റ്റും കൂടിയാണ്. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. മേലെ ഇത്തിരി സവോള കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതേപോലെ കഴിക്കുക. എന്തായാലും എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അമ്മു ഏത് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യാറ് പുറത്ത് പോകുമ്പോൾ? അല്ലെങ്കിൽ ഞാൻ സീരിയലൊക്കെ അല്ലെങ്കിൽ ആങ്കറിങ് ഒക്കെ ചെയ്ത് സൂര്യ ടിവിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയങ്ങളിൽ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതായിരുന്നു കേട്ടോ ഈ ഒരു ഫൗണ്ടേഷൻ. ഇത് മാൾസിൻ്റെയാണ്. ഇതിലെന്താണെന്ന് വെച്ചാൽ SPF കൂടി ഉണ്ട്. അതായത് നമുക്ക് സൺ പ്രൊട്ടക്ഷനും കൂടി ഉള്ള ഫൗണ്ടേഷനാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഒന്നും മേക്കപ്പ് പ്രൊഡക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അധികം പൈസ ചിലവാക്കാറില്ല. പക്ഷേ ബേസ് ആയിട്ടുള്ള മേക്കപ്പ് ഒക്കെ നമുക്ക് സ്ക്രീനിൽ നിൽക്കുമ്പോൾ നമ്മൾ കാണുമ്പോൾ ആ ഒരു ബേസ്മെൻറ്റ് എന്തായാലും വേണം. അതുകൊണ്ട് ഈ ഒരു ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഇത് എനിക്ക് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാൻ 100% ഉറപ്പാണ്. ഞാൻ എന്തായാലും ലിങ്ക് മേലെ ടാഗ് ചെയ്യാം.